അമ്മ സുബ്രഹ്മമ്മ വിളിക്കുന്നു. വിളിക്കട്ടെ, തല തോർത്തിട്ട് പോയാ മതി. എനിക്ക് പോണോ? ഉണ്ണി പറഞ്ഞ കേക്ക, തല തോർത്തിട്ട് പോയാ മതി. നിക്ക ഉണ്ണി. അല്ല മോനെങ്കിൽ വന്നേ. ഇതാ ഉണ്ണിയുടെ രഥം. കുതിരയില്ലേ? ഉണ്ടല്ലോ, മുൻപിൽ കാണുന്നത് കുതിര. ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ. ഉള്ളിലേക്ക് നോക്കിക്കേ, അർജുനൻ. ഇതാണ് സാക്ഷാൽ ഗീതോപദേശം. ചുപ്രണി, നിന്റെ ഈ ഗീതോപദേശം കാരണം ഉണ്ണി ഇന്ന് ശരിക്കും കുളിച്ചിട്ട് പോലും ഇല്ല. അല്ല, തിരുമേനി വന്നാ ഇന്ന് അഷ്ടമംഗലത്തിന് പോണം, ഓർമ്മയുണ്ടോ? ഉണ്ട്. അഷ്ടമംഗല്യത്തിന് പോകാതിരിക്കാൻ പറ്റുമോ? അല്ലേ ഉണ്ണി? ഉണ്ണി, അച്ഛൻ. പതുക്കെ പതുക്കെ. എനിക്ക് രഥം ഉണ്ടാക്കി തന്നല്ലോ. ആഹാ, ഉണ്ണി കുളിച്ചു? ഓ പിന്നെ. സുബ്രഹ്മണി, അഷ്ടമംഗല്യമുള്ള ദിവസമെങ്കിലും കുളിയും ക്ഷേത്ര ദർശനവും ആവാം. വിവരമുള്ള ഒരു അഷ്ടമംഗല്യം നടത്തണേ ഞാൻ എന്തിനാ അമ്പലത്തിൽ പോണേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ എന്തിനാ കുളിക്കണേ? ഉണ്ണി എവിടെ? വിളിക്കൂ. ഉണ്ണി, മേക്കാവില് അഷ്ടമംഗല്യ പോണം. ദേവിക്ക് ചാർത്തിയ പട്ടും പത്തിന്ന് കേട്ടു. ഐശ്വര്യക്കെട. മേക്കാവിലെ ഭഗവതി ക്ഷിപ്രപ്രസാദിയ. ക്ഷിപ്രകോപിയും അടയാളം കാണിച്ചതാ. നീ എവിടെയായിരുന്നു? ഉണ്ണിയുടെ ഉപനയനത്തിന് ഇനി ദിവസം ഇല്ല. 9 വർഷത്തെ വ്രതവും പ്രാർത്ഥനയാ ദാ ഈ ഇരിക്കുന്നത്. അതും ഈ വയസ്സുകാലത്ത്. ആര് പറഞ്ഞു വയസ്സായെന്ന്? ആരോ. മേക്കാട് താവഴിയിലെ ചിലരൊക്കെ ദുഷ്കർമ്മികളെന്നാ കേട്ടത്. നിങ്ങളുടെ ഒരു പഴയ സഹപാഠി, എന്താ അങ്ങേരുടെ പേര്? പ്രശ്നം വെക്കാതെ തന്നെ എനിക്ക് തോന്നിയത് നീ പറഞ്ഞല്ലോ. ആ, പോയിട്ട് വരാ. നമസ്കാരം. വരൂ, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. ആ, എല്ലാവരും ഉണ്ടല്ലോ. കരപ്രമാണിമാരെല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് തുടങ്ങേ വേണ്ടു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ദേവി. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ നമഃ. ഓം ഹ്രീം ദുർഗായേ നമഃ.
ആരൂഢം ആരോ തടസ്സപ്പെടുത്തുന്നു. ആരാ? ആരോ? ദേവി. ഓ ശ്രീ. ഓം ശ്രീ. ഓം ശ്രീ ദുർഗായ. ആരൂഢ സംഖ്യ 423. കന്നിരാശിയിൽ ആരൂഢം, ആരൂഢത്തിൽ കേതു, 5-ാം ഭാവത്തിൽ ഗുളികൻ, 12-ൽ വ്യാഴം മറഞ്ഞേൽക്കും. എന്തിനധികം? ലഗ്നത്തിൽ കേതു മതിയല്ലോ. അതെ, കേതോ ചൂർണപ്രയോഗം നികതതു മരിചാലേപനാദ്യം ഹരാംശോ. ചൂർണപ്രയോഗം, മരിചാലേപനം, ആഭിചാരം. അതെ, ആഭിചാരം. ആരാണ് ആഭിചാരം ചെയ്യുന്നത്? ഈ താവഴിയിൽ ആരോ ഒരാൾ ആഭിചാരം ചെയ്യുന്നുണ്ട്. ദുർമൂർത്തികളെ ഉപാസിക്കുന്നുണ്ട്, അധമവേദം അനുഷ്ഠിക്കുന്നുണ്ട്. ഇല്ലേ? ഉത്തേടൻ എന്ത് തോന്നുന്നു? തിരുമേനി പറഞ്ഞാ ശരി. ആഭിചാരം, നാട് മുടിയാൻ, ദേവിയുടെ ശക്തി ക്ഷയിക്കാൻ. അതെ, ഈ പ്രശ്നവും പരിഹാരമൊക്കെ അത് നിർത്തിയിട്ട് മതി. അല്ലാതെ ശുദ്ധികലശവും ലക്ഷാർച്ചനയും നടത്തിയിട്ട് ഒരു കാര്യമില്ല. ആഭിചാരം എവിടെയാണ് ചെയ്യുന്നതെന്നും ആരാണ് ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം. മേക്കാടിനോട് ആരാ പറയാ? ഇനി അതും പറഞ്ഞാൽ കേട്ടി എന്നാ അനുഭവിക്കുന്ന മേക്കാടിന്റെ ഭീഷണി. ചാക്കരയും മരതയും കൊണ്ട് വിടുവേള ചെയ്യിക്കുന്ന വീടാ. ഇപ്പൊ വാർത്താളി ഉണ്ടെന്നാ കേട്ടത്. പിന്നെ ആരാ പോവാ? ആരാ പറയാ? തിരുമേനിക്കാവോ? ആവണം. ഈ കരക്കാർക്ക് വേണ്ടി, ദേവിക്ക് വേണ്ടി തിരുമേനി മേക്കാടിനെ കാണണം, ഉപദേശിക്കണം. കരക്കാരും കുടുംബക്കാരും പറഞ്ഞ അനുസരിക്കാത്ത ആള് ഞാൻ പറഞ്ഞ അനുസരിക്കൂ? ഇല്ല. നിങ്ങൾ സഹപാഠികളല്ലേ? വേഴാഞ്ചേരി തിരുമേനിയുടെ ശിഷ്യന്മാരല്ലേ? ഇവിടെന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കോ? അതെ, ഒരേ ഗുരു തന്നെ വേഴാഞ്ചേരി തിരുമേനി. പരമസാത്വികൻ. പഠിപ്പിച്ചതും ഒന്ന്, പക്ഷേ പഠിച്ചത് മാത്രം രണ്ടായി പോയി. അയാൾക്ക് അന്നേ ഇതിലൊക്കെ തന്നെയാ താല്പര്യം. തിരുമേനി 1-2 തവണ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്തതാ. അവസാനം പുറത്താക്കി. അതോടെ വാശിയായി, വൈരാഗ്യായി. ആ സമയത്ത് തെക്കങ്കാണ്ടുനിന്ന് ഒരു പരദേശി കർമ്മി വന്നുപെട്ടു. അബ്രാഹ്മണൻ, അധകൃതൻ, എന്നാലോ തികഞ്ഞ ജ്ഞാനി. മേക്കാടൻ അയാളുടെ ശിഷ്യനായി. ഒരു ജന്മം കൊണ്ട്, അല്ല ജന്മാന്തരങ്ങൾ കൊണ്ട് നേടിയ ആഭിചാര ഉപാസനാമൂർത്തികളെ മുഴുവൻ ആ കർമ്മി ശിഷ്യന് കനിഞ്ഞു നൽകി. എന്നിട്ടാ അയാൾ ജീവത്യാഗം ചെയ്തത്. പിൻഗാമികളെ കണ്ടെത്താതെ ദുഷ്കർമ്മികൾക്ക് മരണമില്ല. മേക്കാടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം അയാളുടെ ഇച്ഛയ്ക്ക് അതീതമാ. ജന്മകർമ്മ പാപഫലങ്ങളാ. അനുഭവിക്കണം, അനുഭവിച്ചേ തീരൂ. ഒന്നും അഭ്യസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മേക്കാടൻ അഭ്യസിക്കുക മാത്രമല്ല, പണത്തിനും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടി അതൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യും. അവിടെയാണ് തെറ്റ്. മേക്കാടിന് അല്പമെങ്കിലും ഭയമുള്ളത് തിരുമേനിയാ. തിരുമേനി പറഞ്ഞാൽ അയാൾ കേൾക്കും, സംശയമില്ല. ദൈവത്തെ പോലും ഭയമില്ലാത്തവനാ മേക്കാടൻ. പിന്നെയാണോ ഞാൻ? പറഞ്ഞു നോക്കാം. തിരുമേനി, എന്താ? മേക്കാടിന്റെ ഇല്ലത്തേക്ക് ഞാനില്ല. ഒരു ഭയം, വിഭ്രാന്തി. ഈ ജലവും വിഭ്രാന്തി കൂടി ആവുമ്പോ പഴയ അപസ്മാരം വീണ്ടും വരുമോ എന്നൊരു ശങ്ക. എങ്കിൽ നീ വരണ്ട. നാരായണ, 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 ഇന്നെന്തെങ്കിലൊക്കെ നടക്കും. വരാമോ? ഹായ്, ഇതാര്? തേവള്ളിയോ? ഇവിടെ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല. വരിക,
ഇരിക്ക. ആ ഇരിക്കടോ. എന്താ ഋഗ്വേദികൾക്കും വഴി തെറ്റുവോ? മേക്കാട, നീ ആഭിചാരങ്ങൾ അനുഷ്ഠിക്കരുത്. 1000 ജന്മങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് ഒരു ബ്രാഹ്മണ ജന്മം. ആ ബ്രാഹ്മണ്യം നീ നശിപ്പിക്കരുത്. ആഭിചാരങ്ങൾ അധമന്റേതാണ്. ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയേണ്ടവനാ. അല്ല, നിങ്ങൾ ഈ ബ്രഹ്മജ്ഞാനികൾക്ക് തന്നെ ബ്രഹ്മം എത്രയുണ്ടെന്ന് തിട്ടമുണ്ടോ? അദ്വൈതികൾ പറയുന്നു അത് 2 അല്ലെന്ന്. എന്നാ 1 ആണെന്ന് ഒട്ട് തീർത്ത് അങ്ങനെ പറയണമില്ല. ദ്വൈതികൾക്കോ അത് 2 ആണ്. അപ്പോ ഇതിൽ 1 എന്നതാണോ സത്യം, 2 എന്നതാണോ, അതോ ഇത് 2 അല്ലാത്ത മറ്റൊന്നാണോ? സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല. അറിയാനുള്ള അന്വേഷണമാണ് ശരിയായ ജീവിതം. അതിനെ സ്ഥായിയായ ആനന്ദമുള്ളൂ. അപ്പോ അന്വേഷണം ആനന്ദത്തിന് വേണ്ടിയാണ്. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എന്റെ ആനന്ദത്തിന് വേണ്ടി, എന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ നിസ്സഹായനാണ്. ജന്മജന്മാന്തര പാപശാപ ഫലങ്ങളാണ് ഒരുവനെ ദുഷ്കർമ്മിയാക്കുന്നത്. ബ്രാഹ്മണനായിട്ട് പിറന്നിട്ടും നിന്നെ അധകൃതനാക്കുന്നു. വേളിക്ക് നക്ഷത്രം തെളിയാൻ, സർപ്പകോപം മാറാൻ, ഇല്ലത്തൊരു പിന്തലമുറ ഉണ്ടാകാൻ, പൂയത്തിന്റെ പുണ്യം ചേർന്നൊരു പുത്രൻ ജനിക്കാൻ, പരമശിവനെ ശ്രീപാർവതിയെ സ്തുതിച്ചു പാടിയ പുള്ളുവത്തിക്ക് ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്ത മഹാബ്രാഹ്മണ, താൻ എന്നോട് സത്യത്തെയും ബ്രഹ്മത്തെയും തെറ്റിനെയും ശരിയെയും കുറിച്ച് പറയാതിരിക്കുക. തനിക്കതിനുള്ള യോഗ്യതയില്ല. ദേവള്ളി നിക്കടോ. എന്റെ ജന്മത്തെയും പാപത്തെയും ശാപത്തെയും കുറിച്ച് താൻ പറഞ്ഞല്ലോ, കേട്ടോളൂ. ഇതേ ജന്മജന്മാന്തര ശാപ പാപഫലങ്ങളാൽ തന്റെ രക്തത്തിൽ പിറന്ന അധകൃതനില്ലേ, അവൻ എന്റെ അടുത്ത് വരും, അധർവം പഠിക്കും. ആഭിചാരങ്ങൾക്ക് ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും. എന്റെ ജന്മത്തെയും പാപത്തെയും ശാപത്തെയും കുറിച്ച് താൻ പറഞ്ഞില്ലേ, കേട്ടോളൂ. അതേ ജന്മജന്മാന്തര പാപശാപ ഫലങ്ങളാൽ തന്റെ രക്തത്തിൽ പിറന്ന അധകൃതനില്ലേ, അവൻ എന്റെ അടുത്ത് വരും, അധർവം പഠിക്കും. ആഭിചാരങ്ങൾക്ക് ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും. എന്താ വിശ്വാസം വരുന്നില്ലേ? തിരുമേനി, ഞങ്ങൾക്ക് ദൈവമാ. അവിടുന്ന് ദേവി ഉള്ളിലുള്ള ആളാ. ഞാനായിട്ട് തൊട്ട് അശുദ്ധാക്കില്ല. ആ ശാപം കൂടെ എനിക്ക് വേണ്ട. ശാപമോ? ഞാൻ വരും. ഇത് തമ്പുരാട്ടി അറിഞ്ഞാൽ, പൂയത്തിന്റെ പുണ്യം ഉള്ളുവത്തിക്ക് കിട്ടിയെന്നറിഞ്ഞാൽ, വേണ്ട, ഞാൻ ഇവിടം വിട്ടു പോയിക്കോളാം. നാളെ എനിക്കൊരു ഉണ്ണി പിറന്നാൽ ഞാൻ ആരോടെല്ലാം കള്ളം പറയും. എത്ര കള്ളം പറഞ്ഞാലും എന്നെങ്കിലും തമ്പുരാട്ടി ഇതറിയും. ശാപം കിട്ടിയ പുണ്യം കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അപ്പോ പുള്ളോത്തി തനിക്ക് ഉണ്ടിയുണ്ടെന്നുള്ള സത്യ?
മേക്കാടൻ അവനത് പറഞ്ഞാൽ തെറ്റില്ല. വഴി പിഴച്ചു പോയെങ്കിലും മേക്കാടൻ വ്രതശുദ്ധിയുള്ളവനാ. നാവ് പിഴക്കില്ല. ആ പിഴയ്ക്കാത്ത നാവ് പറഞ്ഞതെല്ലാം സത്യാവോ? എന്നെ പഴിച്ചതും എന്റെ ഉണ്ണിയെ ശപിച്ചതും എല്ലാം. ജീവിതത്തിൽ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ തെറ്റ് തേവള്ളി, നമ്മളെല്ലാം വെറും ഉപകരണങ്ങൾ, ആരുടെയോ ഇച്ഛയ്ക്കൊത്ത് ആടുന്ന വെറും പാവകൾ. സാത്വികനായ തനിക്ക് പോലും അടി തെറ്റി, അതും വെറും ഒരു പുള്ളോത്തിയിൽ. എല്ലാം വിധിയാണ്. ഇല്ല, എന്റെ രക്തത്തിൽ ഒരു അധർമ്മി പിറക്കില്ല. അവൻ ആഭിചാരം ചെയ്യില്ല. പക്ഷേ അവരിന്ന് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ധൈര്യമായിരിക്കൂ, അവൻ തൻ്റെ അടുത്ത് തന്നെ വരും. വേദം പഠിക്കും, പണ്ഡിതനും പ്രശസ്തനുമാകും. സത്യമാണോ? എങ്കിൽ ഞാൻ അവനെ സത്കർമ്മിയാക്കും. ഇല്ലേ? അവനാവില്ലേ? സൽക്കർമ്മി? അതറിയില്ല. എന്റെ മുമ്പിൽ ആകെ പുക വന്ന് മൂടിയ പോലെ. വാർദ്ധക്യം കൊണ്ടാവാം, ഒന്നും വ്യക്തമല്ല. നാളെ വിഷ്ണുവിന്റെ ഉപനയനമല്ലേ? അതെ. വിളിച്ചല്ലേ, ധൈര്യമായി പോയിക്കൊള്ളൂ. നല്ലതേ വരൂ. പോയി വരട്ടെ. നാളെ കാണാം. അമ്മേ മഹാമായ, അവരെവിടെ? അനന്ത, അനന്ത, ഇങ്ങ് വരൂ. വെള്ളത്തിൽ കളിച്ചു നടന്നാലേ ഉപനയനം കഴിഞ്ഞ് അവരങ്ങ് പോകും. നിനക്ക് വിഷ്ണുവിനെ അച്ഛനെയും കാണണ്ടേ? ആ ഓം ഭൂർഭുവസ്വ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ധിയോ യോ ന പ്രചോദയാത്. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ ഉണ്ണിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വെളുത്ത ആളില്ലേ, അതാരാന്നറിയാമോ? ദേവസ്യ ധീമഹി. ആരാ? അച്ഛൻ. എന്റെ ജന്മത്തെയും പാപത്തെ ശാപത്തെയും കുറിച്ച് താൻ പറഞ്ഞല്ലോ, കേട്ടോളൂ. ഇതേ ജന്മജന്മാന്തര പാപശാപ ഫലങ്ങളാൽ തന്റെ രക്തത്തിൽപ്പെടുന്ന അധകൃതനില്ലേ, അവൻ എന്റെ അടുത്ത് വരും, അധർവം പഠിക്കും. ആഭിചാരങ്ങൾക്ക് ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും.
നീ ഇത്രയും കാലം എവിടെയായിരുന്നു? എന്നോട് പൊറുക്കണം. ഇവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഒരു തവണ കണ്ടാ മതിയെന്ന് പറഞ്ഞ് കരയും. പൊറുക്കണം. ഇനി വരില്ല, ഒരിക്കലും വരില്ല. ഉണ്ണി, ഇവിടെ വരൂ. ഉണ്ണിയുടെ പേരെന്താ? അനന്തപത്മനാഭൻ. പഠിപ്പൊക്കെ എവിടം വരെയായി? കുറച്ച് പാട്ടും കളവെഴുത്തും പഠിപ്പിച്ചു. പാട്ടും കളമെഴുത്തുമോ? എന്തിന്? കുടവും വീണയും കൊണ്ട് നാട് തെണ്ടാനോ? ഇവനെ സംസ്കൃതം പഠിപ്പിക്കണം. പുള്ളുവച്ചക്കന് വേദം പഠിക്കാൻ പള്ളിക്കൂടം ഇല്ലല്ലോ തിരുമേനി. തേവള്ളി, കുറ്റം പറയാനും ദോഷം പറയാനും ധാരാളം പേരുണ്ടാവും. അവൻ പഠിക്കട്ടെ, ജ്ഞാനി ആവട്ടെ. ആ, ഉണ്ണി ഉറങ്ങിയോ? ഉവ്വ്, ഇപ്പൊ കിടന്നതേ ഉള്ളൂ. ഇവിടുന്ന് വന്നത് അവൻ അറിഞ്ഞിട്ടില്ല. ഉറങ്ങട്ടെ. പഠനവും കളിയും നല്ല ക്ഷീണം ഉണ്ടാവും. ഉത്തേടനോ? വരിക. വേണ്ട, ഒരു വിവരം അറിയണമായിരുന്നു. എന്താ? അല്ല ദേവള്ളി, കണ്ണിൽ കണ്ട പറയനും പുലേനും പുള്ളൂനും ഒക്കെ ഓടിത്തുലയ്ക്കാനുള്ളതാണോ ചതുർവേദങ്ങൾ? ഇയാളുടെ തോന്നിയാസങ്ങൾക്കൊക്കെ ഇവിടുന്നും കൂട്ടുനിൽക്കുക. തോന്നിവാസങ്ങളോ? പഠിക്കാൻ ആഗ്രഹമുള്ളവനെ അല്ലേ പുത്തേടാ പഠിപ്പിക്കാവൂ. ജനിച്ച കുലമല്ല വേദം പഠിക്കാനുള്ള യോഗ്യത. വേദം കേൾക്കുന്ന അബ്രാഹ്മന്റെ ചെവിയില് ഈ ഒരിക്കലൊഴിക്കണമെന്നാ മനുസ്മൃതിയില്. അവിടത്തേക്ക് അതറിയാലോ. അറിയാം. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ. അതും മനു തന്നെയാ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ച് താൻ തന്റെ വേളിയോടൊന്ന് പറഞ്ഞു നോക്ക്. അവള് ചൂലെടുത്ത് തന്നെ അടിക്കും. വന്നത് എന്റെ തെറ്റ്. ആരെ വേണമെങ്കിൽ പഠിപ്പിച്ചോളൂ. പക്ഷേ ഞങ്ങളുടെ ഉണ്ണികൾക്ക് ഉള്ളുവന്റെ കൂടെ ഇരുന്ന് വേദം പഠിക്കണ്ട. പറ. വിഷ്ണു ഈ ആഴ്ച വരും. കത്തുണ്ടായിരുന്നു. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ ആവോ? ക്ലാസ് ഉണ്ടാകുന്നാ പറയുന്നേ. MSc ചേരണത്രേ. എങ്ങനെയാ? പണം വേണ്ടേ? അതിനൊക്കെ വഴി ഉണ്ടാക്കാം. അവൻ പഠിക്കട്ടെ. കോളേജ് പഠിപ്പിനെ ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ. ആ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്തു പറയാനാ, അങ്ങനെ കിടക്കുന്നു. ഒരു സഹായത്തിന് ആരെങ്കിലും അവിടെ ഉണ്ടോ? അങ്ങനെ പറയാൻ ആരുമില്ല. ആരെങ്കിലും നിർത്തണം. വരുന്നുണ്ട്. ആര്? ദി ഗ്രേറ്റ് പെയിന്റർ കം വേദപണ്ഡിതൻ അനന്തപത്മനാഭൻ. ആ, ഈ പുള്ളുവ സവകാശം അച്ഛൻ അറിയണ്ട. അരിഞ്ഞ് പുഴയിലൊഴുക്കും. ഓ പിന്നെ അച്ഛനില്ലേ അവിടെ? ടൗണിൽ പോയിരിക്കുക. മനസ്സിലായി. ഇല്ലെങ്കിൽ തന്നെ മഷിയിട്ട് നോക്കി എവിടെ കാണുമോ? അമ്മ മരുന്ന് കഴിച്ചോ? സാവിത്രി തന്നു. മോൻ വല്ലതും കഴിച്ചു? അമ്പലത്തിൽ നിന്ന്. അമ്മ കിടന്നോളൂ. ചെല്ല് ചെല്ല്. വരച്ചു കൂട്ടുകയല്ലാതെ വല്ല പ്രയോജനമുണ്ടോ?
ഉണ്ടല്ലോ. ദക്ഷിണയും ഫീസും വാങ്ങാതെ കുട്ടികൾക്ക് വേദം പറഞ്ഞു കൊടുക്കാം. വിഷ്ണുവിന് ഹോസ്റ്റൽ ഫീസും പഠന ചെലവ് അയച്ചു കൊടുക്കാം. പിന്നെ എനിക്കും അമ്മയ്ക്കും താൻ വന്നാ തനിക്കും ചാപ്പാട് കഴിക്കാം. തന്നെയുമല്ല, താന്ത്രിക് പെയിന്റേഴ്സ് ഇന്ത്യയിൽ തന്നെ വിരലുണ്ടാവുന്നവരേ ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ. ഓ പിന്നെ അന്ന് ഇവിടെ വന്ന സായിപ്പ് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ എന്താന്ന് ഓർമ്മയുണ്ടോ? യുവർ വർക്ക് ഈസ് മാർവലസ്. താൻ കണ്ടോ? അയാൾ എന്നെ ക്ഷണിച്ചിരിക്കുക കലകളുടെ തറവാടായ പാരീസിലേക്ക്. ഞാൻ അവിടെ എന്റെ പെയിന്റിംഗ് എക്സിബിഷൻ നടന്നു. അതെ, അവിടെയാകുമ്പോ ഭാരതത്തിന്റെ മഹത്തായ ചിത്രകലാ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കാം. അവര് വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് താനെന്താ വരയ്ക്കാത്തെ? ഞാനും വരച്ചു തുടങ്ങാൻ പോവാ. അനന്തേട്ടാ, ദാ ഒന്ന് നോക്കിയേ. സാവിത്രി, താൻ എന്തായി ചെയ്തത്? താന്ത്രിക് ചക്രത്തിന് നടുക്കാരെങ്കിലും കുത്തുരുവോ? എന്താ കുത്തിട്ടാല്? ഇപ്പൊ ഇത് വെറും ഒരു പെയിന്റിംഗ് ആണ്. നടുക്കൊരു കുത്തിട്ടാൽ പിന്നെ അത് ദേവിയായി, ശക്തിയായി. ഇവിടെ ശക്തിയുടെ അധിവാസം ഉണ്ടാവും. പൂജയും ജപവും മുറക്കി നടത്തിയില്ലെങ്കിൽ പിന്നെ അപകടം ഉണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. താൻ വിഷമിക്കണ്ട, അറിയാണ്ട് ചെയ്തല്ലേ, സാരല്ല. അനന്തേട്ടോ, അനന്തേട്ടോ. ആ വിഷ്ണു ആണെന്ന് തോന്നുന്നു. അനന്തേട്ടാ. ആ വിഷ്ണു തന്നെ. വാ. അനന്തേട്ടൻ പകലുറക്കം തുടങ്ങിയോ? ആഹാ, അത് ശരി. ഇതാണല്ലേ വിളിച്ചിട്ട് കേൾക്കായിരുന്നത്. ഇത് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളാ, രവി, റോയ്. ഞാൻ പോട്ടെ അനന്തേട്ടാ. അനന്തേട്ട, ഇത് സാവിത്രി. വരൂ. ഏട്ടത്തിയമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അനന്തേട്ടന്റെ? മനസ്സിലായി. മൂപ്പരുടെ ചമ്മല് കണ്ടപ്പോഴേ മനസ്സിലായി. പോട്ടെ. ആ ശരി. മാർവലസ്. അനന്തേട്ടൻ ഈ താന്ത്രിക് പെയിന്റിങ്സ് എല്ലാം എവിടുന്നാ പഠിച്ചത്? എങ്ങും പഠിച്ചിട്ടില്ല. പിന്നെ ജനിച്ചതും മറന്നതും ഒക്കെ സർപ്പമ്പാട്ടിന്റെ താളവും സർപ്പക്കണങ്ങളുടെ വർണ്ണങ്ങളും കണ്ടുകൊണ്ടാ. ആ താളവും വർണ്ണവും ഒക്കെ എന്റെ ചിത്രത്തിലും വന്നു. അല്ലാതെ ഞാനെങ്ങും പോയി പഠിച്ചിട്ടില്ല. 5 വർഷം ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടും സ്വന്തമായിട്ടൊരു ഡ്രോയിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു സ്റ്റൈൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നുമല്ലെങ്കിലും സ്റ്റൈലിനോടുള്ള അടിമത്ത് ഒഴിവാക്കാമല്ലോ. അത് ശരിയാ. ആ റോയ്, എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. എന്താ? ഒന്നുമില്ല, അതിമോഹാണെന്ന് വെച്ചോളൂ. അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾ, MAയോ MSCയോ ഒന്നുമില്ല. അങ്ങനെ ഒരാൾ TC എഴുതി സമർപ്പിച്ചാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുവോ? താന്ത്രിക് രൂപങ്ങളെയും തത്വശാസ്ത്രത്തെയും പറ്റിയാണ് TC. റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ ആരുടെയെങ്കിലും കീഴിലെ റിസർച്ച് ചെയ്യാൻ സാധിക്കും. ഐ മീൻ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ ഗൈഡായിട്ട് വേണം. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ അനന്തേട്ടന്. ലാംഗ്വേജ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ ഏതിലും വേണേലും ആവാം. ഫ്രഞ്ചോ? ഫ്രഞ്ച്? ആ ഫ്രഞ്ച്. താന്ത്രിക് ഫോംസിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഫ്രഞ്ച് സായിപ്പ് ഇവിടെ കുറെ നാളുണ്ടായിരുന്നു. വിഷ്ണുവിനറിയാം, ഡോക്ടർ ജോൺ ആർദർ. അദ്ദേഹത്തെ ഞാൻ വേദം പഠിപ്പിച്ചു, അദ്ദേഹം എന്നെ ഫ്രഞ്ചും. നൗ ഐ എം ക്വൈറ്റ് ഫ്ലുവന്റ്. ഇംഗ്ലീഷ് തനിയെ പഠിച്ചതാ. അനന്തേട്ടാ, നാളെ പാറമേക്കാവിൽ അഷ്ടമംഗല്യമാ, വരണമെന്ന് അച്ഛൻ പറഞ്ഞു. അറിയാം, സമയമുള്ളപ്പോഴൊക്കെ വരണം. താനും പോട്ടെ.